Hello friends, welcome to Mallu Karper. It's me Shabir. നമ്മൾ എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുന്ന പോലെ ഇന്നും ഒരു വെറൈറ്റി ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഐറ്റം എന്താണെന്നുള്ളത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അത് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പോട്ട് സ്റ്റാൻഡ് ആണ്. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കാൻ പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ അതിന് വേണ്ടി 3 ഇഞ്ച് വീതിയിൽ വരുന്ന കുറച്ച് പട്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആദ്യം ഒന്ന് സാൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതെല്ലാം ഉഷാറായിട്ട് സാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് കട്ട് ചെയ്ത് നമ്മൾ അളവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പീസും അതുപോലെ തന്നെ 10 സെൻറ്റിമീറ്ററിൻ്റെ 3 പീസും ലാസ്റ്റ് 45 സെൻറ്റിമീറ്റർ വരുന്ന ഒരൊറ്റ പീസുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വീതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എല്ലാം നമ്മൾ 3 ഇഞ്ച് വീതി വരുന്ന പട്ടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാത്തിൻ്റെയും വീതി വരുന്നത് 3 ഇഞ്ചാണ്. തിക്നെസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 2 സെൻറ്റിമീറ്ററാണ് എല്ലാത്തിൻ്റെയും കനം വരുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ജോയിൻറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു രീതിയിലാണ് നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നത്. അതായത് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ഇതിന് വുഡൻ ഡോവൽ എന്ന് പറയും. ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മൾ ഇൻറ്റീരിയർ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ നിന്നൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. വുഡൻ ഡോവൽ എന്ന് പറയും. അതായത് മരം ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പണ്ട് ആശാരിമാരൊക്കെ ഉപയോഗിക്കുന്ന മരത്തിൻ്റെ ആണില്ലേ, അതിൻ്റെ ഒരു പുതിയ ന്യൂ ജനറേഷൻ സാധനമാണ് ഈ വുഡൻ ഡോവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഈ ഒരു പീസിലാണ് ജോയിൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ ചെയ്യുന്ന ഹോളും അതുപോലെ തന്നെ ജോയിൻറ്റ് ഏത് പീസാണോ നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നത് ആ പീസിലും വരുന്ന ഹോള് ഒരേ രീതിയിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ജോയിനിങ് കറക്റ്റ് ആവില്ല. അപ്പോൾ അത് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ 22 സെൻറ്റിമീറ്ററിൻ്റെ പീസാണ് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളെ ബേസാണ്, നമ്മൾ ഈ സ്റ്റാൻഡിൻ്റെ ബേസാണ് ഈ പീസ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ്, കറക്റ്റ് സെൻറ്ററിലാണ് നമ്മളെ അടുത്ത പീസ് നമുക്ക് ജോയിൻറ്റ് ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനി ഇതൊരു ടെക്നിക്കാണ്. നമ്മൾ 2 ചെറിയ മുള്ളാണി എടുത്തിട്ടുള്ളതാണ്. മുള്ളാണി നമ്മൾ ജസ്റ്റ് ഈ ഇതേ ലൈനിൽ കറക്റ്റ് വെച്ചിട്ട്, അതായത് നമുക്ക് എവിടെയാണോ ഹോൾ അടിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ കറക്റ്റ് പൊസിഷനിലാക്കിയിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഹെഡ് വരുന്ന രീതിയിൽ ജസ്റ്റ് നമ്മളിതൊന്ന് പ്ലേസ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് കറക്റ്റ് ജോയിൻ ചെയ്യേണ്ട പീസ് അതിൻ്റെ സെൻട്രലായിട്ട് വരുന്ന രീതിയിൽ തന്നെ ഞാൻ പ്ലേസ് ചെയ്യണം. ഇനി ഹാമർ എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഹാമർ കൊണ്ട് ജസ്റ്റ് ഒന്ന് മേടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് ഒന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഹെഡ് വരുന്ന ഭാഗം, അതായത് നമ്മൾ ഹോൾ അടിക്കുന്ന ഭാഗത്താണല്ലോ നമ്മളിതിൻ്റെ ഹെഡ് വെച്ചത്. ആ ഹെഡ് 2 പീസിലും മാർക്കായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഈ മാർക്കിൽ നമുക്ക് ഹോൾ അടിച്ചിട്ട് നമ്മൾ ഈ ഡോവിൽ വെച്ച് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിനി ഹോൾ ചെയ്യാം. അതിന് ഹോൾ അടിക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ബാക്കിയുള്ള പീസിലും ഇതേ രീതിയിൽ മാർക്ക് ചെയ്തെടുക്കാം. 45 സെൻറ്റിമീറ്റർ വരുന്ന പീസ് എടുത്തിട്ട് അത് നമ്മൾ
അപ്പോൾ നമ്മളിതിൻ്റെ ബേസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ പീസുകളും ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ജോയിനിങ് ഒക്കെ കഴിഞ്ഞ് അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്കൊന്ന് സ്ലീക്ക് അടിച്ചെടുക്കണം. ഞാൻ ഇതിൽ സ്റ്റൈനറോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ക്ലിയർ സ്ലീക്കാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. മാറ്റ് ഫിനിഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇതിൽ അത്യാവശ്യം ടെക്സ്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് എടുത്ത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള സ്ലീക്കാണ് ഏറ്റവും നല്ലത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഒരു പോട്ട് സ്റ്റാൻഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഈ ഡോവൽ ഐറ്റം അതിപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഒരു പക്ഷേ അവൈലബിൾ ആയെന്ന് വരില്ല. അതിന് പകരം നിങ്ങൾക്ക് സ്ക്രൂ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോവൽ ഓൺലൈനായിട്ടൊക്കെ പർച്ചേസ് ചെയ്യാം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ നിയർ ബൈ ഉള്ള നല്ല ഷോപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇന്റീരിയേഴ്സിൻ്റെ ഒക്കെ ഷോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. മറ്റെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.